ഇത് കണ്ടില്ലേ, റോഡിന്റെ വെള്ളവാരനോട് ചേർത്ത് 2 അടി ഉയരമുള്ള ഒരു തിണ്ട് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അത് സുഹൃത്തുക്കളെ, ആരിസ് വൈത്തിരിയാണേ. നമ്മളെ ചങ്ക് ആകേശും ഉണ്ട്. അപ്പൊ എന്ത് പറയാൻ പോണ എന്താ വെച്ചാൽ ഈ മരത്തിനെ പറ്റിയാട്ട് ഈ മരം ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ റോഡിന്റെ ഇങ്ങോട്ട് തള്ളിയിട്ടാണ് ഇതുള്ളത്. അപ്പോ ഇത് വളരെ ചെറുത്, ഇതിലും വലുതിന്റെ അപ്പുറത്ത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, അധികാരികൾ ശ്രദ്ധിക്കുക. ഈ മരം മുറിച്ചു വെക്കാനോ ഒന്ന് വീഴാനോ ഒന്നും പറ്റാത്തൊരു മരം ആയതുകൊണ്ട് ഇത് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് മൊത്തം ഇങ്ങനെ കറങ്ങി കണ്ടോ വളഞ്ഞാ പോയിക്കണത്. തൊട്ടപ്പുറത്തെ വളവിൽ അതിനെങ്ങാണ്ട് മോശമായിട്ടാണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടുട്ടോ. ഇതൊന്നും തിണ്ട് പരമാവധി വരെ ഇടിച്ചിട്ട് ആ തോട്ടം നാസാക്കാത്ത രീതിയിൽ ഇടിച്ച് പരമാവധി മാക്സിമം എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയാൻ പോണത് എന്താ വെച്ചാല് റോട്ടുമേലേക്ക് വളഞ്ഞൊരു സംഭവമാണ് ഇപ്പൊ പറയാൻ പോണത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് വയനാട് വൈത്തിരിയിൽ നിന്ന് ബാണാസുര റോഡാട്ടോ. ബാണാസുര റോഡിലേക്ക് തിരിയുമ്പോൾ തന്നെ ഒരു 1/2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് നല്ല ഇറക്കമായതുകൊണ്ട് വണ്ടിക്കാരൊക്കെ നല്ല സ്പീഡിലാണ് പോവുക. മാത്രമല്ല ആ ഇറക്കത്തിൽ വളരെ അടുപ്പിച്ച് വെച്ചിട്ടാണ് ഈ സ്ലാബ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് 1.5 അടി 2 അടി ഹൈറ്റുള്ള ഒരു ഭയങ്കര ഉയരമുള്ളൊരു സ്ഥലമായതുകൊണ്ട് മണ്ണിടൽ പ്രായോഗികമല്ല. കാരണം അപ്പുറത്ത് പോയതുകൊണ്ട് അവിടുന്ന് കെട്ടി വന്നാലാണ് മണ്ണിടൽ നടക്കുള്ളൂ. അപ്പോൾ അധികാരികൾ വളരെ ശ്രദ്ധിക്കുക. 1 അടിയാണ് ഇതിന്റെ അകലുള്ളത്. അവിടേക്ക് 1.5 മീറ്ററുള്ള സ്ഥലത്താണ് ഇത്. 1 അടിയാണ് ഈ വെള്ളവരയിൽ നിന്ന് ആ സ്ലാബിന്റെ കാനന്റെ ബീമിലേക്കുള്ളത്. ഇനി വാഹനങ്ങൾ പെരുകും, ആളുകൾ പെരുകും, റോഡ് ഇനിയും ഇതിലും കൂടുതൽ വീതിയാക്കേണ്ട കാലം വരാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു മരം തടസ്സമായി നിന്നിട്ട് ഇനി ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുക? മാത്രമല്ല മരത്തിന്റെ ഒക്കെ വേരുകളൊക്കെ പുറത്തെത്തിക്കുന്നത്. നമ്മളെ വലിയൊരു പ്രളയോ കാര്യങ്ങളോ കാറ്റോ ഒക്കെ വന്നാൽ അതിനും വലിയ അപകടമാണ് ഉണ്ടാവാൻ പോണത്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആരെയും കുറ്റപ്പറയാനൊന്നുമില്ല. ഇത് അധികാരികൾ, ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി ഇത് ഇടപെടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് ബാണാസുര റോഡാണ്, അറിയാലോ എല്ലാവർക്കും. വിശേഷ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്രയേറെ തിരക്കുള്ള റോഡാണ്. അപ്പൊ ഇത് കാര്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് കണ്ടില്ലേ, ഇവിടുന്ന് ഒരു 1.5 അടി ഹൈറ്റില് ഇത് പിന്നെ ഇവിടെ മണ്ണിടാൻ സാധ്യതയില്ല. കാരണം ആ സൈഡിൽ പോയാണ്. അപ്പൊ ഇവിടുന്ന് ഒരു ബൈക്കോ മറ്റോ രാത്രിയൊക്കെ വന്ന് തട്ടിഞ്ഞ് കാറോ എന്ത് വണ്ടിയാലും തന്നെ ഇതിമ്മ തട്ടിക്കഴിഞ്ഞാൽ നേരെ പോയേക്കാ പോവുക. അത് ആ പോസ്റ്റിന്റെ ഇത് കണ്ടോ, അത് പോയാണ്. താഴെ ചെക്ക് ഡാം ആയതുകൊണ്ട് നല്ല വെള്ളമുള്ള നല്ല സൂപ്പർ പോയാണ്. അപ്പൊ അതിലേക്ക് പോയി ചാടിക്കഴിഞ്ഞാൽ പണി തീരുന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഇത് ഇവിടെ ഒരു സുരക്ഷിത ഇല്ല. അത് അവിടെ പോസ്റ്റ് കണ്ടില്ലേ, അവിടെ ഒരു പോസ്റ്റ്, ഇവിടെ ഒരു തിണ്ട്. അപ്പൊ കുറെ ആളുകൾ എന്നോട് പറഞ്ഞു ഇതൊന്ന് പോയി വീഡിയോ ചെയ്യണം. അത് അങ്ങനെയായിട്ട് വന്നത്. ഇത് അവിടെ ഈ 1.5 അടി 2 അടിന്റെ അടുത്ത് മണ്ണിട്ടിട്ട് പൊന്തിക്കണമെങ്കിൽ എന്തായാലും നടക്കൂല. ഈ മരം മുറിച്ച് മാറ്റിയിട്ട് ഇതിങ്ങോട്ട് നീക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് ഇവിടുന്ന് വല്ലതും ഇങ്ങനെ ചെയ്തിട്ട് പൈസ വാങ്ങി പോകാനുള്ള ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വാഹനങ്ങൾ പെരുകല്ല. ഒന്ന് മാറിയിരിക്കാൻ വരെ നോക്കിങ്ങള്. സംഭവം പണിയൊക്കെ നല്ല സൂപ്പറാണ്. ആകാശേ, പണിയൊന്നും നമ്മളൊന്നും പറയാനില്ല, പണിക്കൊന്നും ഒരു കുറ്റം പറയാനില്ല. പക്ഷെ അവിടുന്ന് മുതൽ ഇങ്ങനെ അങ്ങോട്ട് പോകേണ്ട സാധനം, ടേണിങ് വരെ ലെവലായിട്ട് ഈ മരം മുറിച്ചിട്ട് അങ്ങോട്ട് നീക്കേണ്ട സാധനം ഈ റോട്ടിലേക്ക് ഇങ്ങോട്ട് തള്ളി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആ മന്ത്രിമാർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. ഇതൊന്ന് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഒരാൾക്ക് നടക്കാൻ സ്ഥലമില്ല. കണ്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഞാനും അകേഷ് ഇപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ വർക്ക് ഇൻട്രസ്റ്റിലാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ പോയപ്പോ ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇത് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൈകാര്യം കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇത് കണ്ടില്ലേ, ഇത് വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇതൊരു ടേണിങ് തന്നെയാണ്. അത് പിന്നെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇടിച്ച് നിരത്തൊക്കെ ചെയ്യാൻ കുറച്ചൊക്കെ, പക്ഷെ അതൊക്കെ എഞ്ചിനീയർമാർ നിന്ന് ചെയ്യിപ്പിക്കേണ്ടതാണ് ആകേശം. എഞ്ചിനീയർമാർ ഈ പിന്നെ സ്ഥലത്തിന്റെ തോട്ടത്തിന്റെ ഒക്കെ ആളുകളെ കണ്ട് സ്വാധീനിക്കൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട കേസാണ് ഇതൊക്കെ. ഒന്ന് ഇവിടെ ഇത് കെട്ടുന്ന കുറച്ച് നീക്കുന്നൊക്കെ പറഞ്ഞ ഒരു പ്രശ്നം എന്നുള്ള കാര്യം ഒന്നല്ല. വലിയ ഞാനും നീയും തമ്മിൽ വേലി പ്രശ്നം വരില്ലല്ലോ ഇതില്. വാഹനങ്ങൾ ഇതിമ്പോ തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നേരെ പോയേക്കാ പോവുക. എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഒന്ന് എത്തിക്കണേ. നമ്മളൊക്കെ പോണ വഴിയാണ്, അതിനപ്പുറം ടൂറിസ്റ്റ് റോഡാണ്. അതാണ് നമുക്ക് മെയിൻ പ്രശ്നം. ബാണാസുര ഡാമിലേക്ക് പോണ റോഡാണ്. അപ്പൊ അത്രത്തോളം വാഹനങ്ങൾ പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഈ വർക്കിനൊന്നും നമുക്ക് നമുക്കൊന്നും പറയാനില്ല. ഇതിനൊക്കെ നിയമ തടസ്സങ്ങൾ കുറെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അധികാരികൾ ശ്രദ്ധിക്കാൻ. ഈ മരമാണ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോയി കിട്ടുന്നത്. ഈ മരം ഒന്നില്ലെങ്കിൽ ഈ പിന്നെ ഡ്രെയിനേജ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മരം മുറിച്ച് ഒഴിവാക്കുക. ഇതിവിടെ തള്ളി 1.5 മീറ്റർ ഇങ്ങോട്ട് തള്ളി വന്നാണ് അപകട രീതിയിലുള്ള സംഭവം അല്ലേ? അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വീണ്ടും കാണാം.